കുറേ കാലത്തിന് ശേഷം ഞാൻ കാത്തിരുന്ന സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. സിംഗപ്പൂർ, മലേഷ്യ, പാരീസ്. അതൊക്കെ എന്ത്, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ജോലിയൊക്കെ തീർന്നിട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഭയങ്കര ലേറ്റ് ആയിപ്പോയി. എന്തോ ഭാഗ്യത്തിന് എത്തിയാത്ത റെയിൽവേ സ്റ്റേഷനിൽ എന്തൊക്കെയൊക്കെയോ നുള്ളി പെറുക്കി എത്തിങ്ങ് പോന്നു. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെടുക്കാൻ മറന്നുപോയി. എവിടെയെങ്കിലും പോയി ഒളിച്ചുക്കോ. അതിനെ തപ്പി കണ്ടുപിടിക്കാനേ 1 മണിക്കൂർ കഴിയും. ഇതിന് തിന്നാനൊന്നും ഞങ്ങൾ പാക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് തിന്നാനുള്ള മാത്രം കൊണ്ടുവന്നിട്ടുള്ളൂ. അന്നേരം അവളെ ഫേവറേറ്റ് ഫുഡായ ഇടിയപ്പം വാങ്ങി. ഈ കൂട്ടിൻ്റെ അകത്ത് കുറേ കടികളുണ്ടായിരുന്നു. പഫ്സ്, പിന്നെ സമോസ, ഉഴുന്നുവട, ഉള്ളിവട, അങ്ങനത്തെ കുറേ സാധനം ഉണ്ടായിരുന്നു. പഫ്സ് എൻ്റെ ഒരു വീക്ക്നെസ്. അന്നേരം അത് വാങ്ങി തിന്ന് നോക്കി. വാകയ്ക്ക് കൊള്ളൂല, വായിൽ വെക്കാൻ കൊള്ളൂല. പിന്നെ ചപ്പാത്തിയും മുട്ടക്കറിയും പൊതിഞ്ഞു കൊണ്ടുവന്നതുകൊണ്ട് ഒരു സമാധാനം. ട്രെയിൻ ഇവനാണ് എനിക്ക് വാരിത്തരാം. കാരണം എനിക്ക് കൈ കഴുകുന്ന ബേസിൻ്റെ അടുത്തേക്ക് പോകാനേ ഇഷ്ടമല്ല. അതുകൊണ്ട് ആ പണി കുറഞ്ഞു കിട്ടും. അതിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഞാൻ 1 കൊല്ലം യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് നേരം കിട്ടുന്നില്ല. എന്താക്കാനാ? 24 മണിക്കൂർ എന്നുള്ളത് 28 മണിക്കൂറെങ്കിലും അതിനെങ്കിലും എന്ത് സുഖമായിരുന്നു. ചെറുതയുടെ അവിടെ ഇരിക്കുന്നുണ്ട്, സൂക്ഷിക്കണം. മിണ്ടാണ്ടിരിക്കണം, കണ്ട അപ്പം സൂക്ഷിക്കണം. അത് പിന്നെ എവിടെ പോയാലും ആൾക്കാരെ വരി നോക്കിയിരുന്നോളും. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിങ്ങനെ വിചാരിക്കാനും എന്താ പി വിളി തുടങ്ങാത്തേന്ന് തുടങ്ങി. ഇപ്പം എന്തായാലും രാവിലെ ഞാൻ എണീച്ചിട്ടുണ്ട്. പാലക്കാടിന്റെ അതിമനോഹരമായ സുപ്രഭാതമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ പച്ചപ്പും ഹരിതാപ്പൊക്കെ കാണുമ്പോൾ ആ പാട്ട് പാടുന്നത്. നിരകളാടുന്നൊരു ഹരിത ചാരുതീരം. ഞാൻ പാട്ട് പാടി തുടങ്ങി. അങ്ങനെ അങ്ങ് പോകും. എന്തായാലും പട്ടാമ്പി സ്റ്റേഷൻ എത്താനായിട്ടുണ്ട്. ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനൊക്കെ നല്ല കണ്ണാടി പോലെ ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത്ര ക്ലീൻ ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ചെറുതിന് ഇറങ്ങി നടക്കണമല്ലോ. നടന്നോട്ടെ. നമുക്ക് ട്രെയിനൊക്കെ എമ്മണി വലിയ കാര്യം. എന്നാ പപ്പയും മോളും കൂടി ട്രെയിനൊക്കെ കണ്ട് സാവധാനം വരട്ടെ. നമ്മളെ നാട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെപ്പാടെ ഒരു രോമാഞ്ചം പോലെ വന്ന്. ഞാൻ നിലത്തൊന്നല്ലേനും കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോഴേ നമുക്കത് അറിയുള്ളൂ ഇവിടെ എന്ത് അടിപൊളിയാന്ന്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? നമ്മളെ പണ്ടത്തെ നാരായണത്തിന്റെ പീടിയ പോലെ ഒരു പീടിയ കണ്ടേ. അവിടെ കയറിയിട്ട് ഞങ്ങൾ ഉഴുന്നുവടയും ദോശയും അതൊക്കെ വാങ്ങി തിന്നു. വിശന്നിട്ട് വയറ് കാളുക. ചെറുത് ആദ്യമായിട്ട് കരിങ്കാലി വെള്ളം കുടിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായത്. ഉഴുന്നുവടയൊക്കെ ഭയങ്കര മുരിമുരിയുന്നുണ്ടായിരുന്നു. പക്ഷെ എണ്ണ ആയതിനെ കൊണ്ട് ഓക്ക് അധികം കൊടുക്കാൻ പറ്റൂല. പക്ഷെ ഓക്ക് ഇഷ്ടമാണ് ഉഴുന്നുവട. മസാല ദോശയൊക്കെ നല്ല ക്രിസ്പി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെന്നൈയിൽ പിന്നെ ഞങ്ങൾക്ക് രാത്രി തൊട്ട് അന്തി വരെ ദോശ തന്നെയാണ്. എനിക്ക് ആപ്പം കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ കടലക്കറി കിട്ടാൻ കുറെ നേരം വൈകുമെന്ന് പറഞ്ഞാലും എന്നാൽ പിന്നെ മസാല ദോശ തിന്നാന്ന് വിചാരിച്ചു. പുറത്തുനിന്നൊക്കെ എന്തൊക്കെയൊക്കെയോ അരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. എന്താണെന്നറിയോ, വേർത്തൊഴുകുന്ന്. ഭയങ്കര ചൂട്. എന്തൊരു ചൂടാ. രാവിലെ ആയിട്ടുള്ളൂ. എന്തായാലും പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഞങ്ങൾ ഗുരുവായൂർ ബസ് കയറണം. ചെറുതിനാണ് ഉറക്കം വന്നിട്ട് കണ്ണൊക്കെ പകുതി ആക്കി. ഭാരതപ്പുഴ കണ്ടോളി. എനിക്ക് തോന്നുന്നു 1 വയസ്സിന് താഴെയുള്ളവരോള് ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ എപ്പോഴാണ് ട്രാവൽ ചെയ്യണം. അതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു മൂപ്പർക്ക്. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ നാട്ടിലെത്തി, ഗുരുവായൂരെത്തി കേട്ടോ. ഗരുഡനെ അവിടെ നിന്ന് ഓട്ടം പിടിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാന്ന്. പോകുന്ന വഴിയിൽ ഈ LDFന്റെ ചിഹ്നമൊക്കെ കണ്ടായിരുന്നു. ഞാനിങ്ങനെ വിചാരിക്കാം, അയ്യോ വോട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന്. വോട്ട് ചെയ്യാൻ വരാൻ പറ്റാത്തെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അവസാനം ഞാൻ എൻ്റെ വീട്ടിലെത്തി ഗൈസ്. ഇതാ അമ്മ പോടി വരും. അതാ ഓടി വന്നു. വീട്ടിലെത്തിയ സന്തോഷം കൊണ്ടാണ് അറിയില്ല. ക്യാമറന്റെ സെറ്റിങ്സ് മാറിപ്പോയി. അമ്മതാ പോകുന്ന ഞാൻ മൈൻഡ് പോലും ചെയ്തില്ല. കണ്ടില്ലേ? ഇത്രയൊക്കെ ഉള്ളട് മക്കളോടൊക്കെ പേരക്കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ മക്കളെയൊന്നും വേണ്ട. മോളെ മോക്കെന്തെങ്കിലും വേണോ, ക്ഷീണമുണ്ടോ, അങ്ങനെ ഒന്നും ചോദിച്ചില്ല എന്നോട്. ഇതാരായി നിക്കണെന്നൊക്കെ. അടുപ്പ് ഇതെന്താണെന്നറിയോ? അമ്മേന്റെ കയ്യിൽ കടന്നൽ ഊത്തി വിറകെടുക്കാൻ പോയതാന്നല്ലേ. ഇനി ഒരു വലിയൊരു പണിയുണ്ട് ഇതിനെ കുളിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. എന്തായാലും എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഇതിനെ കുളിപ്പിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി തീറ്റിക്കണം. പാത്രം നിങ്ങൾ വിചാരിക്കും ഇപ്പൊ അതൊക്കെ നന്നായിട്ട് അകത്താക്കുന്നു. ഒന്നും തിന്നല. പക്ഷെ അമ്മ മീമി വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അന്നേരം എന്നോട് സ്നേഹം കണ്ടില്ല. നല്ല ഫ്രഷ് മത്തിയും കോരയും. ഞാൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ജോലി ഉണ്ട് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ പോവാണേ. ബായ്.